നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ മൂന്നാറാണുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? നല്ല അടിപൊളി വ്യൂ, നല്ല സീനറി, അതുപോലെ തന്നെ നല്ല പുറത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ യൂട്യൂബ് നോക്കുന്ന വഴിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഒരു തമിഴ് ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കാണാം. അപ്പോൾ മലയാളത്തിൽ ഈ 2000 തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളല്ലേ, വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല, അഭിനയ സാധ്യതയുള്ള ഒരുപാട് സിനിമകൾ മമ്മൂക്ക എടുത്തു. ഇപ്പം നൻപകൽ നേരത്ത് മയക്കം, ഖാദൽ ദി കോർ, ആ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയെ പോലുള്ളൊരു നടൻ, അല്ലെങ്കിൽ ഇത്രയും സ്റ്റാർ വാല്യൂള്ളൊരു നടൻ മറ്റ് അന്യഭാഷകളിൽ നിന്നെല്ലാം ഇവിടെ മലയാള സിനിമയിൽ പോലും ആരും ഏറ്റെടുക്കാൻ ധൈര്യപ്പെടാത്ത അത്തരത്തിലൊരു ക്യാരക്ടർ എടുത്ത് മമ്മൂക്ക അത് ചെയ്തു. അത് ഹാൻഡ്സ് ഓഫ്. നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. അന്യഭാഷ ചിത്രങ്ങളിലുള്ള നടന്മാരും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളെല്ലാം ഈ മമ്മൂക്കാടെ ഈ 2000 തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള 2025 കളങ്കാവൽ എന്ന സിനിമ വരെ നിൽക്കുമ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ റോഷാക്ക്, കൊടുമൺ പോറ്റി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെയും കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മറ്റ് മേഖലയിലുള്ള സിനിമാ നടന്മാരും ഡയറക്ടേഴ്സും ഒക്കെ. അപ്പോൾ അവർ മമ്മൂക്കായെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു മലയാളി എന്ന നിലയിൽ, മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന നിലയിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സുഖം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ. അതിപ്പോൾ മലയാളത്തിൽ നമ്മൾ ലാലേട്ടൻ ചെയ്താലും നമുക്കത് തന്നെ. അപ്പോൾ ലാലേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ അവതാരകൻ ലാലേട്ടനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. കണ്ടിട്ട് ഇതിന് നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി അയക്കണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. திடீர்னு பார்த்தா ஒரு பீஷ்ம பருவம் பண்றாரு, ஒரு பொம்மையுகம் பண்றாரு, ஒரு காதல் கோர் பண்றாரு, நண்பகல் நேரத்து மயக்கம் பண்றாரு. இந்த மாதிரி சர்ப்ரைஸ் பண்ணிட்டே இருக்காரு சார் அவரு. நீங்க வந்து எப்பயுமே அவர் அட்மையர் பண்ணிருக்கீங்க. I have definitely, all are great films. ஆக்சுவலா ஒரு சில நேரங்கள்ல இந்த மாதிரி வந்து படங்கள் அவர் ஆப்போசிட்ல இருந்து கொடுக்கறத பாக்கும்போது உங்களுக்கு என்ன சார் ஃபீலிங் இருக்கும்? Nice, this is all good for him, like he is ready to do that. We also do adu madri nangalum we also have done. See, this is again he is getting chances to do such films adu madri, and he can shoulder the films, so he is doing it. What is wrong? And adu avarku nothing, he is avarku adu he is happily he is doing films like that. ரீசன்ட்டா நீங்க ரொம்ப ஒரு படம் பார்த்து அவர்ட்ட அதிகமா பேசின ஏதாவது ஒரு படம் அவரோடது? I have seen Kadal. It's a very daring film. But I have done some similar films. Exactly. Yeah, but I have done some plays. Adu madri we have done so many, like years back we have done films like that. We have done films on lesbianism long back. I have acted Deshar Nakali Karyarla. Maybe 35 years, 40 years back we have done that films. So recently myself and Mammootty, we started a film together. We are working on that. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? മമ്മൂക്ക ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ട് അവതാരകൻ ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്ന മറുപടി നിങ്ങൾ കേട്ടല്ലോ. ലാലേട്ടൻ്റെ ആ മുഖത്തുള്ളൊരു എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി നിങ്ങൾ കൊടുക്കുക. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള സിനിമകൾ, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന മലയാളത്തിലെ നല്ല ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസമാണ് നമ്മുടെ മമ്മൂക്ക. അദ്ദേഹം കളക്ഷൻ്റെ പിന്നാലെ ഓടുന്ന ഒരാളല്ല, അല്ലെങ്കിൽ എന്താ പറയുക, വലിയ കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ എടുത്തിട്ട് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ബൂസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. ബിസിനസ്സിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല നമ്മുടെ മമ്മൂക്ക എന്നുള്ളത് നമുക്ക് ഈ സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇപ്പോൾ അവസാനം എത്തിയിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ ഏതാണ്ട് 90 കോടി ക്ലബിൽ ആ സിനിമ കയറി. 20 കോടിയിൽ താഴെയാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ്. അപ്പം കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സിനിമ എങ്ങനെ ലാഭമുണ്ടാക്കാം, ആ ലാഭമുണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയെക്കുറിച്ച് അന്യഭാഷാ ചിത്രങ്ങളിലുള്ള നടന്മാരും മറ്റു മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് മമ്മൂക്കായെ വാനോളം പ്രശംസിക്കുന്നത് അല്ലേ. ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കഥ, ഇപ്പോൾ തുടരുമെന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ ചെയ്തിട്ടുള്ള 2-3 സിനിമകൾ നമുക്കറിയാം. അത് അക്ഷരാർത്ഥത്തിൽ ലാലേട്ടനെ പോലൊരാൾ ഇങ്ങനൊരു ഇതിൽ നിന്നിട്ട് അത് പോയി ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളെല്ലാം പറയുന്നത്. നമ്മളെല്ലാം സിനിമയെക്കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ. അല്ല അദ്ദേഹത്തിൻ്റെ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമാണെന്നല്ല പറഞ്ഞത്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അത് മോശമാണെന്ന്. ഇപ്പം വൃഷഭ എന്നൊരു സിനിമ വന്നു, അതിനു മുമ്പ് ലാലേട്ടനൊരു
തെലുങ്ക് ചിത്രത്തിനകത്തൊരു ഗസ്റ്റ് റോൾ ചെയ്തു. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ വളരെ നിരാശപ്പെടുത്തിയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. അപ്പം ഇനി 2026 വരികയാണെന്നുണ്ടെങ്കിൽ ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്താനുണ്ട്. മമ്മൂക്കായും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമ തിയേറ്ററിലേക്ക് വരാണ്ട് ഏതാണ്ട് 14-15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. പിന്നെ ജിത്തുവിൻ്റെ തന്നെ റാം എന്ന് പറയുന്ന സിനിമ വരാനുണ്ട്. അപ്പം അങ്ങനെ ഒരുപിടി നല്ല സിനിമകൾ 2026 പിറക്കട്ടെ. മലയാളത്തിൻ്റെ എന്താ പറയുക, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ടുള്ള നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും, മോശമാണെന്നുണ്ടെങ്കിൽ അത് മോശം സിനിമ എന്ന് പറയും. മമ്മൂക്കായും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ആത്മബന്ധത്തെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എടുത്ത് മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചിട്ട് ഒരു അവതാരകൻ ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ലാലേട്ടൻ പറയുന്ന ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടിട്ട് നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ കാണാം. ബൈ.